ഗുഡ് ഈവനിങ് എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ. ഒരു കാര്യം പറയാനാണ് വന്നത്. അതായത് എൻ്റെ ചുണ്ടിൽ കണ്ടോ ചെറിയൊരു ഇൻഫെക്ഷനാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ചെറിയ ചെറിയ കുമിളകളായിട്ട് വരും. സെക്കൻഡ് ഡേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ വീർത്ത് വല്ലാണ്ട് വേദനയും നീറ്റിലും ഒക്കെ വരും. പിന്നെ ഡേ ബൈ ഡേ ഇതിങ്ങനെ സിവിയർ ആയിക്കൊണ്ടിരിക്കും. ഒരു 7 ഡേയ്സെങ്കിലും എടുക്കും ഇതിൻ്റെ ആ ഒരു കാര്യം മാറാനായിട്ട്. ആ സമയത്തേക്ക് ഇത് നല്ലതുപോലെ ഇങ്ങനെ വീങ്ങി പഴുത്ത് വ്രണമായി നല്ലപോലെ അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഉണങ്ങി വരുന്നത്. നമ്മളിങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മുഖമൊക്കെ ചിലപ്പം കഴുകുകയും തുടക്കുകയൊക്കെ ചെയ്യുമ്പം പല്ല് തെക്കുമ്പോഴൊക്കെ ഇത് തട്ടിയിട്ട് നല്ലപോലെ അതിൽ നിന്ന് വെള്ളവും അതുപോലെ ചോരയൊക്കെ വന്ന് നല്ല നീറ്റിലും പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടയാളം മാസങ്ങളോളം നമ്മുടെ മുഖത്ത് നിൽക്കുകയും ചെയ്യും. ചില സമയത്ത് ചുണ്ടി വരും, ചില സമയത്ത് ഈ ഇവിടെയും വരും. മിക്കവാറും ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതിന് പണ്ടുള്ളവരൊക്കെ പറയും ഈ പല്ലിയുടെ യൂറിൻ വീണിട്ടാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലന്തിയുടെ ആ ഒരു ചിലന്തിയുടെ ആ ഒരു വിഷം അടിച്ചിട്ടൊക്കെ ആണെന്ന് പറയും. പക്ഷെ അതൊന്നും ട്രൂത്ത് അല്ല. ശരിക്കും ഇത് ഹെർപ്പിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസിൻ്റെ ഒരു ഇൻഫെക്ഷനാണ് ഇതുണ്ടാവുന്നത്. എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഈ ഒരു വൈറസ് ഉണ്ട്. പക്ഷേ ഇത് ആക്റ്റീവ് ആകുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ഒന്നുകിൽ നമുക്ക് ചിക്കൻ ബോക്സ് വന്ന് പോയി കഴിയുവാണെങ്കിൽ മിക്കവാറും കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരാറുണ്ട്. പിന്നെ അല്ലാണ്ട് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുവൽ സൈക്കിൾ ആരംഭിക്കാൻ നേരത്ത് നമ്മുടെ ബോഡിയൊക്കെ നല്ല വീക്കാവുകയും കുറച്ച് നമ്മളൊന്ന് മൂഡ് സ്വിങ്സും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയമാണ്. അമിതമായിട്ട് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത് മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം വരാറുണ്ട്. പിന്നെ നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് എടുക്കുകയോ നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവുകയോ ഭയങ്കര തളർന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ജോലിയൊക്കെ ചെയ്യുന്ന ഭയങ്കര വീക്കായി നമ്മൾ ഒത്തിരി മുഷിഞ്ഞ് വരുമ്പോഴും സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോഴും അതുപോലെ ടെൻഷനൊക്കെ ആവുമ്പോഴാണ് ഈ വൈറസ് ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ സ്കിന്നിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാർട്സിലാണ് ഇത് വരുന്നത്. ഒന്ന് ചുണ്ടിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള പ്രൈവറ്റ് പാർട്സിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അല്ലാതെ ഒരു പല്ലിയും ഒരു ചിലന്തിയും മനഃപൂർവ്വം നമ്മുടെ ചുണ്ടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇത് നോർമലി ഒരു 7 ഡേയ്സാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെർമറ്റോളജിസ്റ്റുകൾ നല്ല മരുന്നുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിലേ ഞാൻ ആ കയ്യിലുള്ള മരുന്ന് തേച്ചത് കൊണ്ടാണ് ഇത് ഇത്ര ഭയങ്കരമായിട്ട് വീങ്ങിയൊന്നും വരാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുറത്തോട്ടൊക്കെ പോകാനൊന്നും പറ്റത്തില്ല. നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കും, നല്ല നീറ്റിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം ആസിവിർ എന്ന് പറയുന്നൊരു ബാം തരും അതുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആസിവിറിൻ്റെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക്, വൈറസിനെ കൊല്ലാനുള്ള ആൻറ്റിബയോട്ടിക് നമുക്ക് പല ഡോസിലുണ്ട്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം അത് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പലർക്കും ഇതൊക്കെ വന്ന് കാണും. അപ്പോൾ ഇനി പല്ലി മൂത്രമൊഴിച്ച്